ഷമ്മി തിലകൻ ചേട്ടനാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ്, നമസ്കാരം. നമസ്കാരം. ആദ്യം കൺഗ്രാജുലേഷൻസ്. അത്രയും നല്ല ക്യാരക്ടറാണ് വിലായത്ത് ബുദ്ധയിൽ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ആ വീട്ടിലേക്ക് ഓരോ പ്രാവശ്യവും പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ വന്നു പോകുമ്പോൾ ഡബിൾ മോഹൻ വരുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ച് വെക്കുകയാണ്, എന്തോ നമ്മൾ കാണാൻ കാത്തിരിക്കുന്നത് പോലൊരു വീടായിരുന്നു. ആ വീടൊക്കെ നമ്മൾ ഇപ്പോഴും ഇങ്ങനെ തലച്ചോറിൽ കൊണ്ടു നടക്കുന്നതിന് കാരണം അവിടെ ഉള്ളത് വിലായത്ത് ബുദ്ധ മാത്രമല്ല, അതിന് തൊട്ടടുത്ത് ഒരു നായകനുണ്ട്. ശരിക്കും അത്രയും പ്രാധാന്യമുള്ളൊരു ക്യാരക്ടർ കിട്ടിയതിന് ഇപ്പോൾ പൃഥ്വിരാജിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പറയുന്നുണ്ട്. ശരിക്കും മലയാള സിനിമയിൽ ഇങ്ങനൊരു കുഴപ്പവും കൂടെയുണ്ട്. ഈ നമ്മുടെ ഹീറോയിസം എവിടെയെങ്കിലും താണു പോവുകയാണെങ്കിൽ ആ ക്യാരക്ടറിനെ അക്സെപ്റ്റ് ചെയ്യാൻ പലപ്പോഴും തയ്യാറാവാറില്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പൃഥ്വിരാജിന് ഇത്രയും വില കൊടുത്തിട്ട് നന്ദി പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. പൃഥ്വിരാജ് അതിന് മുമ്പും തെളിയിച്ചിട്ടുള്ളത് അതെ. മറ്റേ അയ്യപ്പനും കോശിയിലും വെച്ച് കമ്പയർ ചെയ്തെന്നുള്ളൂ. വേറെ ആരാണെങ്കിൽ അത് അനുവദിക്കും. അതുകൊണ്ടാണ് ഹെയ്റ്റ് ക്യാമ്പയിനിങ് നടക്കുന്ന സമയത്ത് ചങ്ക് പറിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അത്രയും ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് പലപ്പോഴും ഈ സിനിമയുടെ വൃത്തങ്ങളിൽ ഉണ്ടാവാറില്ല. ഒരു ആർട്ടിസ്റ്റ്, കോ ആർട്ടിസ്റ്റ് ഇങ്ങനെ സംസാരിക്കാറില്ല വൈകാരികമായിട്ട്. അതങ്ങനെ തന്നെ പ്രതികരിക്കണമെന്ന് തോന്നിയത് ആ ഹെയ്റ്റ് ക്യാമ്പയിനിങ് എന്ന് പറയുന്നത് ആ സിനിമയുമായി ബന്ധപ്പെട്ടതല്ല എന്നതുകൊണ്ട് കൂടിയാണോ? തീർച്ചയായിട്ടും. കാര്യം എൻ്റെ അതുപോലത്തെ അവസ്ഥ ഞാൻ ഇതിനു മുമ്പും പല നടന്മാരെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യം ഫോർ എക്സാമ്പിൾ നമുക്ക് പരിഗണന കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവിടെ അവരോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ വരുമല്ലോ. അതിപ്പോൾ ഇതെന്നല്ല, ഏത് മേഖലയിലും, ഞാൻ നിങ്ങളുടെ മേഖലയിലും ഒക്കെ അങ്ങനെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനു മുമ്പ് എനിക്ക് സുരേഷ് ജി യുടെ കാര്യത്തിൽ ഞാനത് പറഞ്ഞു തന്നെയാണ്, നിങ്ങളാണ് സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ആ ഒരു നൈർമല്യത തന്നെയാണ് എനിക്ക്, അങ്ങനെയുള്ളവരോട് എനിക്കെന്തോ ഇഷ്ടമാണ്. ആ പിന്തുണ കൊടുക്കുന്ന സമയത്ത് വേറൊന്നും നോക്കാറില്ല. അല്ല, അത് പിന്തുണയല്ല. എനിക്ക് തന്ന പരിഗണനയ്ക്ക് ഞാൻ നൽകുന്ന ഒരു എന്തായാലും അതിന് വാക്ക് കറക്റ്റ്, എനിക്ക് നന്ദി പ്രകടനമെന്നോ എന്ത് വേണമെങ്കിലും അതിന് പറയാം. അല്ലാതെ അത് പിന്തുണ കൊടുക്കാനായിട്ട് ഞാൻ അദ്ദേഹത്തിനെ ഒരു എന്താണ് ആ ഒരു രീതിയിൽ ഞാൻ അങ്ങനെ ടോപ്പിൽ നിൽക്കുന്ന ഒരാളൊന്നുമല്ല. അങ്ങനെയല്ലേ നമ്മളിപ്പോൾ ഒരാൾക്ക് പിന്തുണ ആവശ്യം വരുന്നത് എപ്പോഴാണ്? അദ്ദേഹത്തിൻ്റെ യാത്രയിൽ അതേ അതിനേക്കാൾ മുകളിലുള്ള ഒരാൾ നമ്മളെ പിന്തുണയ്ക്കുമ്പോഴല്ലേ നമുക്കതൊരു പിന്തുണ എന്ന് പറയുന്നതാവുള്ളൂ, അല്ലേ? നമ്മളിപ്പോൾ ചെറുപ്പത്തിൽ നമ്മുടെ കുഞ്ഞായിട്ട് നമ്മളെ എന്താണ് നടന്ന് പഠിക്കുമ്പോഴത്തേക്ക് അച്ഛൻ വന്ന് ഇങ്ങനെ കയ്യിൽ പിടിച്ച് നടക്കുക, അതൊരു പിന്തുണയാണ്. എന്തുകൊണ്ടാണ്? അച്ഛൻ്റെ കാല് ഉറച്ചു നിൽക്കുന്നതാണ്, അല്ലേ? ഒരു കുഞ്ഞു അതുപോലെയുള്ള ഘട്ടങ്ങളിലല്ലേ നമ്മൾ പിന്തുണ എന്ന് പറയുന്നത്. അല്ലാണ്ട് ഞാനൊരു സ്ഥലത്ത് ഭയങ്കര ഇതായിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെ വന്നിട്ട് അങ്ങനെ വരുന്നതിന് പിന്തുണ എന്ന് പറയാൻ പറ്റില്ല. നമ്മളെ മുതലെടുക്കലാണ് പല കാര്യങ്ങളും. ഇതല്ല, ഇതിപ്പോൾ അദ്ദേഹത്തിന് എന്നെ മുതലെടുക്കേണ്ട കാര്യമില്ല, ഇല്ലേ? ശരിയല്ലേ? അവിടെ അദ്ദേഹത്തിനാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ അങ്ങനെ തോന്നിയാൽ, എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല. അതിൻ്റെ ഉദാഹരണമാണ് പൃഥ്വിരാജ് എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഞാനത് മാത്രമല്ല, പൃഥ്വിരാജിനെ കുറിച്ച് മാത്രമല്ല, ദുൽഖറിനെ കുറിച്ചും ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഒരു ക്യാരക്ടർ, അതായത് ഒരു സ്റ്റാർ മൈൻഡുള്ള അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു ഇമേജ് എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണ്. ഇപ്പോൾ അതിനകത്ത് കിങ് ഓഫ് കൊത്തയിൽ ദുൽഖറിൻ്റെ കൈ പിടിച്ചിങ്ങനെ തിരിക്കുമ്പോൾ അതിൽ ഒതുങ്ങുന്നത് പോലെ അയാൾ അഭിനയിച്ചില്ലെങ്കിൽ, അല്ല ഞാൻ ഒറിജിനലി അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് പിടിക്കുകയാണോ? അല്ല, അതൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്, അല്ലേ? അതിൻ്റെ കൃത്യമായ റിയാക്ഷൻ അവിടെ നിന്ന് വരുന്നത് കൊണ്ടാണ് ഞാൻ സ്കോർ ചെയ്യുന്നത് ആ സീൻ. അല്ല ഞാനിങ്ങനെ ഒന്ന് ആക്ഷൻ കാണിച്ചെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും അത് സീൻ സ്കോർ ചെയ്യില്ല. ആ സപ്പോർട്ട് അത് ഭയങ്കരം തന്നെയാണ്. അങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അതെ അതെ. ഈ ക്യാരക്ടർ സെലക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ഇമേജ് നോക്കിയിട്ട്, പേര് വരെ നമ്മൾ നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഇമേജ് ബ്രേക്കിങ്ങും ഒരു സുഖമാണ്. ഇപ്പോൾ ഊക്കൻ ടു ആ തരത്തിൽ ഇമേജ് ബ്രേക്കിംഗ് പേരായതുകൊണ്ട്, ആ ക്യാരക്ടർ ഒരു സീരിയസ് കഥാപാത്രമാണ്, പക്ഷേ ആ ഇമേജ് ബ്രേക്കിംഗ് പേരായതുകൊണ്ടാണ് സ്വീകരിച്ചതെന്ന് പറഞ്ഞു. ഇതിൽ തൂവള്ള ഭാസ്കരൻ ഒരു സമയത്ത് തീട്ടം ഭാസ്കരനായിട്ട് മാറുമ്പോൾ ആ ക്യാരക്ടറിന് സംഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് മാറ്റലാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു പേര് വെക്കുന്ന സമയത്ത് അത് ഒരു ആളെ ഇമേജിനെ ബാധിക്കുമെന്ന് പേടിച്ചിട്ട് ചിലപ്പോൾ മാറി നിൽക്കാൻ സാധ്യതയുള്ള ഒരു സംവിധാനമുണ്ട്. അത് സിനിമയുടെ ഒരു ഗ്ലാമർ എന്ന് പറയുന്ന ആ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് പിന്നെ വരുന്ന കഥാപാത്രങ്ങളെ ബാധിക്കുമെന്നൊക്കെ പേടിക്കുന്നുണ്ട്. ആ സമയത്ത് ആ പേര് എത്രത്തോളം ക്യാച്ച് ആയിരുന്നു? അങ്ങനെയാണെങ്കിൽ
ഇതിനേക്കാളും പേര് ദോഷമുണ്ടാക്കാവുന്ന ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇഷ്ടം പോലെ. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു പേര് ദോഷം ഉണ്ടാകുന്ന ഒരു ക്യാരക്ടറല്ല. ഇതിനകത്ത് അങ്ങനെ ഒരു രീതിയിൽ ഞാൻ കഥാപാത്രങ്ങളെ സമീപിക്കാറില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ക്യാരക്ടർ എന്നിലേക്കല്ല ആദ്യം എത്തിയത്. അതെ. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു നിർണായക ഘട്ടത്തിലാണ് ഞാൻ ഈ സിനിമയിലേക്ക് വരുന്നത്. അവിടെ ഞാൻ അത് അയ്യോ അത് എൻ്റെ മേത്ത് അങ്ങനെ ഇത് പറ്റുന്നതാണ് അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ കാര്യം നടക്കത്തില്ല. പിന്നെ അതൊരു കഥാപാത്രമാണ്, എൻ്റെ മേത്തല്ല, ഷമ്മി തിലകൻ്റെ മേത്തല്ല അത് വീഴുന്നതെന്നും ആ ഷമ്മി തിലകൻ ആ സംവിധായകൻ അവരെല്ലാവരും കൂടെ തീരുമാനിച്ച ഒരു രൂപമാക്കി വെച്ചിരിക്കുന്ന കഥാപാത്രത്തിൻ്റെ മേത്താണ് അത് പതിക്കുന്നതെന്നുള്ള ബോധ്യം എനിക്കുള്ളത് കൊണ്ട് അത് കുഴപ്പമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു.